ദൈവം എന്താണ്? ദൈവത്തിനെ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാം? മനുഷ്യരിൽ എങ്ങനെ ദൈവം ഉണ്ടാവുള്ളൂ? അതായത് ഇഷ്ടം കൊണ്ട് മാത്രം ശത്രുത ഉണ്ടാവുന്നതാണ്. അപ്പൊ ശരിക്കും ദൈവം ഉണ്ടോ? ഈ ദൈവം എന്ന് പറഞ്ഞ കൺസെപ്റ്റിലൂടെ വരുമ്പോഴത്തേക്ക് ഞാൻ പ്രപഞ്ചത്തെ ഞാൻ പറയുന്നു. മറ്റൊരു മനുഷ്യന്റെ അടുത്തേക്ക് കള്ളം പറയാൻ പറ്റത്തില്ല. ആ ഒരു ചിരിയിൽ സത്യമുണ്ടോ എന്ന് അറിയാൻ പറ്റും. ചിരി അങ്ങനെ മങ്ങും. ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം ഈ പറയുന്ന പോലെ മനുഷ്യന്റെ ഇടയിൽ നിന്ന് ഇല്ലാതാവും. അപ്പോൾ ഒരാൾക്ക് സത്യസന്ധമായി മറ്റൊരാളോട് തോന്നുന്ന ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ പ്രണയം അല്ലെങ്കിൽ സ്നേഹം അതില്ലാതാവും. യാഥാർത്ഥ്യത്തിലേക്ക് പോകുന്ന വേണമെങ്കിൽ പറഞ്ഞൂടെ? എന്താണ് ദൈവം? അതായത് ദൈവം എന്താണ്? ദൈവത്തിനെ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാം? മനുഷ്യരിൽ എങ്ങനെ ദൈവം ഉണ്ടാവുന്നു? ഞാൻ പറഞ്ഞുതരാം. അതായത് ദൈവവിശ്വാസം കൊണ്ട് മാത്രം മനുഷ്യനെ ഏറ്റവും കൂടുതൽ വേർതിരിക്കുന്നു. അവർ ഏകീകരിക്കാൻ വേണ്ടിയല്ല. പ്രപഞ്ചത്തിലെ നിറം, നേരത്തെ പറഞ്ഞതുപോലെ ഒരു നിറം നിങ്ങൾക്ക് ഇഷ്ടവും മറ്റ് അനേകം നിറങ്ങൾ സ്വാഭാവികമായി നിങ്ങൾ വെറുക്കപ്പെട്ടത് ശരിയല്ലേ? ഒരു വിഭാഗം ജനത അവർ മാത്രമേ അവരെ ഇഷ്ടപ്പെടുന്നുള്ളൂ. മനസ്സിലല്ലേ? അതായത് ഈ ഇഷ്ടം കൊണ്ട് മാത്രം ശത്രുത ഉണ്ടാകുന്നതാണ്. അപ്പം ശരിക്കും ദൈവം ഉണ്ടോ? ഇല്ല, ദൈവം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ രാംദാസിൻ്റെ കയ്യിൽ ഒരു 3 ലളിതമായിട്ട് പറയണം, ഒരു 5 തേങ്ങ ഇരിക്കുന്നു വിചാരിക്കുക. ഓക്കെ, അവിടെ നിന്ന് 3 തേങ്ങ എനിക്ക് കിട്ടി, 2 തേങ്ങ നിങ്ങൾക്ക് കിട്ടി. ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുക? 3 തേങ്ങ കിട്ടിയ അല്ലേ? ഈ ദൈവം എന്ന് പറഞ്ഞ കൺസെപ്റ്റും അതാണ്. കൂടുതലുള്ളവന് സന്തോഷം ഉണ്ടാവും. അതായത് ഒരു കാലത്ത് ഇതൊന്നും സങ്കല്പ ലോകത്തുള്ളതൊന്നുമല്ല. ഹരപ്പ മൊഹൻജദാരോ ഒക്കെ ആ കാലം, ഹരപ്പയിലൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ഒരു 5 തേങ്ങ ഇരിക്കുന്നെങ്കിൽ 3 തേങ്ങ കൊണ്ടുപോകുന്നതിനാണ് വിഷമം. വിഷമം മീൻസ് അവനാണ് കൂടുതൽ കഷ്ടപ്പാട്. കാരണം തരുമോ, ഇത് ഇരുത്തേണ്ടതെവിടെ, വെക്കേണ്ടതെവിടെ? ഒരുമിച്ച. മനസ്സിലായില്ലേ? ജോലി കൂടുതലായിരുന്നു. ആ ഒരു അർത്ഥത്തിലാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇപ്പോഴാണെങ്കിലോ ഈ ദൈവം എന്ന് പറഞ്ഞ കൺസെപ്റ്റിലൂടെ വരുമ്പോഴത്തേക്ക് ഞാനത് പറയണമെന്ന് പറഞ്ഞത് ഞാൻ പ്രപഞ്ചത്തെ ഞാൻ പറയുന്നു. മനസ്സിലായില്ലേ? പക്ഷെ അതിന് മനുഷ്യനെ ഇത്രയും വേർതിരിക്കാൻ അതിനല്ലേ പറ്റിയത്? മനുഷ്യനെ വേർതിരിക്കാൻ. പക്ഷെ അങ്ങനെ വയ്ക്കുമ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് പലർക്കും അതായത് വേറിട്ട അഭിപ്രായം കാണാം. സത്യസന്ധമായിട്ട് പ്രകൃതിയെ, പ്രപഞ്ചത്തെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ടാവും സത്യസന്ധമായിട്ട്? അങ്ങനെ ഒന്നുമില്ല. വിശ്വാസം എത്ര പേരുണ്ട്? നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. അല്ല, അങ്ങനെ വെക്കുമ്പോൾ എനിക്കിപ്പോൾ തോന്നിയൊരു തോന്നലാണ്. അതായത് ദൈവം എന്ന് പറയുമ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറയാം, കൂട്ടത്തോടെ ഒരു 3 പേരോ 4 പേരോ നടന്നു പോകുന്ന സമയത്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ മരിച്ചതാണെന്ന് എന്താ പറയുക, എഴുതപ്പെടാനായിട്ട് അവർക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ തിങ്ക് ചെയ്യാൻ അവർക്ക് അറിയത്തില്ല. അതായത് ഇയാൾ മരിച്ചതാണോ, അതായത് നോക്കുമ്പോൾ അയാൾ ഡെഡായിട്ട് അവിടെ പോയി. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അവർ മരിച്ചതാണെന്ന് ഡിഫൈൻ ചെയ്യുന്ന ആദ്യത്തെ മനുഷ്യരുണ്ടാവും. അതുപോലെ തന്നെ കൂട്ടത്തിൽ ഒരാൾ മരണപ്പെടുമ്പോൾ ഈ പറയുന്ന പോലെ ആദ്യമായി വിഷമിച്ചൊരു വ്യക്തി, കണ്ണുനീര് വന്നൊരു വ്യക്തി, ഇതിൻ്റെയൊക്കെ ഉറവിടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യമായി സൂര്യനെ കണ്ടപ്പോൾ അല്ലെങ്കിൽ ഇടിമിന്നൽ നമ്മുടെ ഭൂമിയിലേക്ക് കേൾക്കുമ്പോൾ മനുഷ്യൻ ആദ്യമായി കാണുകയാണ്. അപ്പോൾ അത് എന്താണെന്നും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ദൈവത്തിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇതിനെ ദൈവമായിട്ട്, അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ സൂര്യദേവൻ, ചന്ദ്രദേവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആൾക്കാർ. തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അതിൻ്റെ എക്സിസ്റ്റൻസിലേക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പക്ഷേ ആ കഥകളെ നമ്മളിപ്പോൾ സൂര്യദേവൻ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ നമ്മൾ കൊടുത്തെങ്കിലും അതിനെയൊക്കെ ഭയങ്കര മോശപ്പെട്ട രീതിയിലാണ്. അല്ലെങ്കിൽ പിന്നെ അവര് സൂര്യ ഭഗവാനൊക്കെ വന്നാണ് എന്ത് ചെയ്യുന്നത്, സകല വിചാരങ്ങളും ചെയ്തിട്ട് പോയേക്കണം. അവിടെ അവർക്ക് കൊണ്ടുപോയി. അതായത് ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും തിരിച്ചറിവ് മനുഷ്യൻ വന്ന സിറ്റുവേഷനിൽ ഉറപ്പായിട്ടും. അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെ എക്സിസ്റ്റൻസിലേക്ക് ചെങ്ക് ചെയ്ത് കഴിഞ്ഞാൽ വിഷമം, സന്തോഷം, പിന്നെ അങ്ങനെ ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. ഈ ഇമോഷണൽ സ്റ്റേറ്റിൻ്റെ ഒരു സിറ്റുവേഷനിൽ നിന്ന് മനുഷ്യൻ ബിൽഡ് ചെയ്ത് വന്ന് മനുഷ്യനിപ്പോൾ പരിണമിച്ച് ഈ ഒരു ലെവലിലേക്ക് എത്തി. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പോൾ AI ടെക്നോളജിയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഇമോഷൻസിനെ അൺഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തുമാത്രം
സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇമോഷൻസിനെ ഇല്ലാതാക്കുന്നു. മനുഷ്യൻ്റെ ഇമോഷൻസിനെ ഞാൻ ചുമ്മാ ഒരു തോട്ട് പ്രോസസ് പറയാം. അതായത് വർഷങ്ങൾ കഴിഞ്ഞിട്ട് മനുഷ്യർ നോക്കുമ്പോൾ അന്ന് ടെക്നോളജി ഇത്രയും വലുതാവും. കാരണം നമ്മളിപ്പോഴും പണ്ടത്തെ ആൾക്കാരുടെ വീഡിയോസ് ഫോട്ടോസൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ അന്നത്തെ മനുഷ്യർ നോക്കുമ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ ഇന്നിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ നോക്കുമ്പോൾ ഒരു ആപ്പിൾ കിട്ടി. ആ ആപ്പിൾ കിട്ടിയിട്ട് അതിനെ പകർത്ത് മറ്റൊരാൾ കൊടുക്കുകയാണ്. അപ്പോൾ അന്ന് ആ കോടാനു വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ട് ജീവിക്കുന്ന മനുഷ്യർ നോക്കുമ്പോൾ ആ ആപ്പിൾ കൊടുക്കാൻ അവരുടെ ഇടയിൽ എന്തൊരു ഇമോഷൻസാണ് ഉണ്ടാവുന്നത് എന്നവർ ചിന്തിക്കാനുള്ളൊരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഈ സസ്യഭുക്കുകളും മാംസഭുക്കുകളും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരിക്കലും സസ്യഭുക്കുകൾ അവരൊരു യൂണിറ്റി ആയിട്ട്, അതായത് പരസ്പരം ഹെൽപ്പ് ചെയ്യുന്ന ജീവികളായിരിക്കില്ല. ഏതെടുത്ത് നോക്കാം, അവർക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ പറ്റില്ല. മാംസഭുക്കുകൾക്ക് പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ അതായത് ഒരു ഇപ്പോൾ പട്ടി ആയിക്കോട്ടെ, അവർ ഒരുമിച്ച് നിൽക്കുന്നതാണ്. പക്ഷേ ഒരു നമ്മൾ ആടോ അല്ലെ മാൻ ഇതൊക്കെ അവരെ ഒരുമിച്ച് അവർ നിൽക്കുന്നുണ്ടെങ്കിലും അവർ ഒരുമിച്ച് ഒരു വർക്കും ചെയ്യില്ല. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അതായത് ഇപ്പോൾ ഈ ആപ്പിളിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാണ് നമ്മൾ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ, അതായത് സസ്യബുക്കുകൾക്കൊരു ഒരു മാമ്പഴം അല്ലെങ്കിൽ ഒരു ആപ്പിള് അത് മറ്റൊന്നിന് കൊടുക്കേണ്ട ആവശ്യമില്ല, അവരത് എടുത്തോളണം. മനസ്സിലല്ലേ? പക്ഷേ ഈ മാംസബുക്കുകൾ എന്താണ്, ഓട്ടോമാറ്റിക്കായിട്ട് ഒരുമിച്ച് നിന്ന് എന്ത് ചെയ്യാൻ പറ്റൂ, ഒന്നിനെ മറ്റൊരു വലിയ ജീവിയെ അവർക്ക് കീഴ്പ്പെടുത്താൻ പറ്റും. അതാണ് അവരിൽ ഉണ്ടായ ആ ഇത് ഒരുമ. മനസ്സിലല്ലേ? ഒരു ഞാൻ പറയുന്നത്. അപ്പോൾ ഇപ്പോഴ് പറഞ്ഞപ്പോൾ ഞാൻ ഇതും കൂടെ അവിടെ പോയിന്റ് ചെയ്താണ്, എനിക്ക് മനസ്സിൽ വന്നതുകൊണ്ട് പോയിന്റ് ചെയ്താണ്. ഇന്ന് ലൈക്ക് കൊടുക്കും, ലൈക്ക് ചോദിക്കുകയും ചെയ്യും. മനസ്സിലല്ലേ? പക്ഷേ ഇന്ന് നമ്മൾ ഫുഡ് അല്ലെങ്കിൽ ഈ ആപ്പിള്, എനിക്കൊരു ആപ്പിൾ താന്ന് പറയില്ല. ആവശ്യക്കാരൻ കുറവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ദാരിദ്ര്യം അനുഭവിക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളിവിടെ ഉണ്ട്. ഞാൻ ആ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, അങ്ങനെ എടുക്കരുത്. മനസ്സിലല്ലേ? ആപ്പിൾ എന്ന് ഉദ്ദേശിച്ചത് അവരുടെ ഉള്ളിലുള്ള ഇമോഷൻസിനെ കാണിക്കുന്ന ആ ഇമോഷൻസ് നിങ്ങൾ നേരത്തെ ആപ്പിളിൽ നോക്കിയെങ്കിൽ ഇന്ന് ലൈക്കിൽ നോക്കൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ പരിണമിച്ച ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് വന്ന് ഒരു റോബോട്ടിക് ആയിട്ട് മാറുമെന്ന്, അതായത് യാന്ത്രികമായിട്ട് മാറുമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും മനുഷ്യന്. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ കണക്ക് എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ ഇന്ന് ഒരു ആപ്പിളല്ല, അംഗീകാരം. മനസ്സിലല്ലേ? അപ്പോൾ ആ അംഗീകാരമാണ് എനിക്ക് വേണ്ടത്. അത് 100 ആപ്പിൾ തന്നിട്ട് ഒരു ചെറിയൊരു അംഗീകാരം ഉണ്ടെങ്കിൽ ഞാൻ ആ ആപ്പിൾ തട്ടിക്കളഞ്ഞിട്ട് അംഗീകാരത്തിൻ്റെ പിറകെ പോകും. ഇപ്പോഴത്തെ മനുഷ്യൻ്റെ ആവശ്യം അതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ് AI വന്നോടുകൂടി ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള കഴിവുകൾ ഇല്ലാതാവും എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. അല്ല, മനുഷ്യൻ്റെ ഉള്ളിലുള്ള കഴിവുകൾ ഒരിക്കലും ഇല്ലാതാവത്തില്ല. പിന്നെ എന്താ ഉദ്ദേശിച്ചത്? നമ്മളിപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഡാർക്ക് മാനിപ്പുലേഷൻ ടെക്നിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ഒരു 2000-ൽ ജനിച്ചിരുന്ന ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ കാണുമ്പോൾ ഒരു നല്ലൊരു, അതായത് ഒരു മനുഷ്യനായിട്ട് കാണാനായിട്ടാണ് അവർക്ക് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ജനത, ഇന്നത്തെ സമൂഹത്തിലെ ഒരു വിഭാഗം ആൾക്കാർ ഇതിനെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുമ്പോൾ ഡാർക്ക് മാനിപ്പുലേഷൻ ടെക്നിക്സൊക്കെ കിട്ടിയിട്ട് ഒരു മനുഷ്യൻ്റെ ചലനങ്ങളും അവൻ്റെ നോട്ടങ്ങളും അവൻ്റെ പ്രവൃത്തിയും അവൻ്റെ എല്ലാ കാര്യങ്ങളും മനുഷ്യൻ പഠിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും. അപ്പോൾ മനുഷ്യൻ പഠിച്ച് മറ്റൊരു മനുഷ്യൻ്റെ നോട്ടത്തിൽ തന്നെ മറ്റൊരു മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാം ഒന്നാവും. എല്ലാ എന്താ പറയുക, ആ ഇമോഷണൽ ബാലൻസ് ഒന്നാവും. ആ ഒന്നാവണ പ്രോസസ്സിൽ മറ്റൊരു മനുഷ്യൻ്റെ അടുത്തേക്ക് കള്ളം പറയാൻ പറ്റത്തില്ല. ആ ഒരു ചിരിയിൽ സത്യമുണ്ടോ എന്നറിയാൻ പറ്റും. ചിരി അങ്ങനെ മങ്ങും. അതായത് നമുക്കൊരാൾക്ക് കൊടുക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം ഈ പറയുന്ന പോലെ മനുഷ്യൻ്റെ ഇടയിൽ നിന്ന് ഇല്ലാതാവും. അപ്പോൾ ഒരാൾക്ക് സത്യസന്ധമായി മറ്റൊരാളോട് തോന്നുന്ന ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ പ്രണയം അല്ലെങ്കിൽ സ്നേഹം അതില്ലാതാവും. യാഥാർത്ഥ്യത്തിലേക്ക് പോകുന്ന വേണമെങ്കിൽ പറഞ്ഞൂടെ? ഞാനിപ്പോൾ ഭയപ്പെടുന്നതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ എനിക്ക് ആ ധൈര്യം ഇല്ലാത്തതിൻ്റെ പിന്നിൽ ആ ഫിലോസഫിയാണ്. വലിയവൻ ചെറിയവൻ, ജാതി തകർന്നു, അത് പുറത്തു നിന്ന് നോക്കുന്നവർക്ക് കാണത്തില്ല, അറിയത്തില്ല. വളരെ മോശപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിക്കകത്തുനിന്ന് ധരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു ലോകത്താണ് ഞാൻ ജീവിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും ദുരന്തമായിട്ടുള്ള ഒരു വിഷമമെന്ന് എനിക്ക് പറയാൻ പറ്റും.